യേശുവിൻ മഹനീയ ഇൻപനാദം. കരുണാനാഥം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പിൻ. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിപ്പിൻ. കർത്താവ് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വാക്യമാണിത്. ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് കർത്താവ് തൻ്റെ ദൗത്യവുമായി തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്നത്. അനുകൂലമുള്ള സാഹചര്യങ്ങളിലേക്കല്ല, പ്രതികൂലമുള്ള സാഹചര്യങ്ങളിലേക്ക്. ഒരു ചെന്നായ ഒരു ആടിനെ കണ്ടാൽ ഒരിക്കലും ആടിനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതല്ല. കാരണം ചെന്നായ എപ്പോഴും ആടിനെ കടിച്ചു കീറി തിന്നാനായിട്ടാണ്, ഭക്ഷിക്കാനായിട്ടാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള മനോഭാവമുള്ള ആൾക്കാരുടെ ഇടയിലേക്കാണ്, അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ സുവിശേഷമെന്ന ദൗത്യവുമായി, പ്രേക്ഷിത ദൗത്യത്തിനായിട്ട് അയക്കുന്നത് എന്ന് കർത്താവ് യേശു ശിഷ്യന്മാരോട് പറയുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ അല്പം ബുദ്ധിയുള്ളവരായിരിക്കണമെന്ന് കർത്താവ് പറയുന്നു. മാത്രമല്ല, നിങ്ങൾ കളങ്കമില്ലാത്തവരായിരിക്കണമെന്നും യേശു കർത്താവ് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് നാം ഇറങ്ങി ചെല്ലുമ്പോൾ പ്രതികൂലങ്ങളില്ലാത്ത, ഒരു പ്രശ്നങ്ങളുമില്ലാത്ത ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിലില്ല. ഇത് യേശു തൻ്റെ ശിഷ്യന്മാരോട് പ്രേക്ഷിത ദൗത്യത്തിന് വേണ്ടി പോകുന്ന സമയത്തിൽ പറയുന്ന ഒരു ഭാഗമായിട്ട് കാണാം. എന്നാൽ മറ്റൊരു തരത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ പൊതുവെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ട്, അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം. എന്നാൽ ആ സമയങ്ങളിലൊക്കെ നിശ്ചയമായും നാം ബുദ്ധിയോടെ നിൽക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ചും യേശുവിൻ്റെ ദൗത്യം നാം നിർവഹിക്കാൻ, യേശുവിൻ്റെ ഒരു സാക്ഷിയായി നിൽക്കാൻ നാം ആഗ്രഹിക്കുന്ന മേഖലകളിൽ പ്രതികൂലങ്ങൾ പലതരത്തിൽ കടന്നു വരുമ്പോൾ നാം എങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണം എന്ന് പറയുമ്പോൾ കർത്താവായ യേശു താൻ ദൈവം സൃഷ്ടിച്ചതായിട്ടുള്ള സൃഷ്ടികളിൽ ഒരു ജീവിയെ മുൻപിൽ എടുത്തു കാണിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം എന്ന്. പാമ്പിനെ പോലെ നിങ്ങൾ വിവേകമുള്ളവരായിരിക്കണം എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ പാമ്പിനെ പോലെ നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണം എന്ന് പറയുന്നു. പാമ്പ് സകല സൃഷ്ടികളിൽ വെച്ച് കൗശലമേറിയതാണെന്ന് കാണുന്നു. എന്നാൽ ഇതിന് ചില ബുദ്ധിയുണ്ട്. ദൈവം അതിൻ്റെതായ ബുദ്ധി കൊടുത്തിട്ടുണ്ട്. ഓരോ സൃഷ്ടിക്കും, ഓരോ ജീവികൾക്കും അതിൻ്റെതായ ബുദ്ധി ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ജീവികളിൽ നിന്ന് പോലും നോക്കി പഠിക്കാനായിട്ട് കർത്താവ് പറയുന്നു. ചിലപ്പോൾ പറയുന്നു കർത്താവ്, നിങ്ങൾ കാക്കകളെ നോക്കുവിൻ, വയലിലെ താമരയെ നോക്കുവിൻ. ഇപ്പോൾ പറയുന്നു പാമ്പിനെ പോലെ നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണം. മറ്റൊരു ജീവിയെ കർത്താവ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുകയാണ്. എന്താണ് പാമ്പിൻ്റെ ബുദ്ധി? എന്താണ് പാമ്പിൻ്റെ പ്രത്യേകത? ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി പാമ്പിനെക്കുറിച്ച് പറയുന്നത്, പാമ്പ് ഉറങ്ങാത്ത ഒരു ജീവി എന്നാണ്. അത് ഉറങ്ങുകയില്ല പോലും, അതിന് ഉറക്കമില്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിപ്പീൻ എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഉറക്കത്തോടിരിക്കാനായിട്ടല്ല, ഉണർവോടിരിക്കാനായിട്ട് പറയുന്നു. എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കുക എന്ന ഒരു സന്ദേശമാണ് ക്രിസ്തു നമ്മോട് പറയുന്നത്. പ്രതികൂലമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ ഉറക്കത്തോടിരിക്കാനല്ല, ഉണർവോടെ ഇരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിൻ, എന്നാൽ ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കും. അവിടെ പറയുന്നത് എഫേസ്യർ 5:14 പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിൻ. ഉറക്കവും മരണവും തമ്മിൽ ഒരു താരതമ്യ പഠനമാണ് അവിടെ കാണുന്നത്. താരതമ്യം പെടുത്തി പറയുന്നത് കാണാനായിട്ട് കഴിയും. ഉറക്കം മരണത്തെയും കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മരിച്ച അവസ്ഥയിൽ ഉറങ്ങുന്നവരെ പോലെ ഇരിക്കുന്ന അവസ്ഥകൾ വിട്ട് നിങ്ങൾ അവരുടെ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തുവിൻ്റെ പ്രകാശം നിങ്ങളുടെ മേൽ വരും എന്ന് പറയുകയാണ്. മരിച്ച അവസ്ഥകളിൽ, മരിച്ചു പോകുന്ന അനുഭവങ്ങളിൽ, ചത്ത ഇസങ്ങളിൽ, ചത്തതാകുന്ന സാഹചര്യങ്ങളിൽ, ചത്തുപോകുന്ന അല്ലെങ്കിൽ ജീവനില്ലാത്ത കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന പാപപ്രവർത്തികൾക്കിടയിൽ കിടന്ന് ഉറങ്ങുന്ന ആ അനുഭവങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പാൻ ദൈവം നമ്മോട് പറയുകയാണ്. ഉറക്കത്തിൻ്റെ അനുഭവത്തിൽ നിന്ന്, പാപത്തിൻ്റെ അടിമത്ത ചങ്ങലകളിൽ കിടന്ന് ഉറങ്ങുന്ന അനുഭവങ്ങളിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കുക. നിങ്ങൾ ഉറങ്ങാത്തവരായിരിക്കുവാനായിട്ട് കർത്താവ് പറയുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഭൗതികമായ ഉറക്കത്തെ അല്ല അത് കാണിക്കുന്നത്, ആത്മീയമായി ഉണർവുള്ളവരായിട്ടിരിക്കണം എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം ഏത് സമയത്തും പിശാച് ഇടർച്ച വരുത്താം.
അലറുന്ന സിംഹം പോലെ അവൻ ആരെ വിഴുങ്ങേണ്ടെന്ന് അറിയേണ്ടതിന് അലറുന്ന സിംഹം പോലെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഉണർവുള്ളവരായിരിക്കാൻ, ജാഗ്രതയുള്ളവരായിരിക്കാനായിട്ട് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, പഴയ നിയമത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ അവിടെ ഇസ്രായേൽ ജനത്തിന് ന്യായപാലനം ചെയ്തു കൊടുക്കാനായിട്ട് ദൈവം നിയോഗിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു, നാസീർ വ്രതക്കാരനായിരുന്നു ശിംശോൻ. പ്രത്യേകമായ ഒരു വ്രതസ്ഥനായിട്ട്, പ്രത്യേകമായ ഒരു ചെറുപ്പം മുതലേ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനായി, അവന് ചില വ്രതശുദ്ധിക്ക് വേണ്ടിയിട്ട് കൊടുത്തിരുന്ന ചില നിബന്ധനകളോടുകൂടെ ജീവിക്കാനായിട്ട് ഏർപ്പെടുത്തിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു ശിംശോൻ, സാംസൺ. അപ്പോൾ ഈ ശിംശോന് ഇസ്രായേൽ ജനത്തിൻ്റെ ന്യായാധിപനാണ്. അവന് പാപമില്ലാത്തവനായി ജീവിക്കേണ്ടവനാണ്. ദൈവം പറഞ്ഞിരിക്കുന്ന നാസീർ വ്രതക്കാരന് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതിലൊന്ന് അവർ തലമുടി കത്രിക്കാൻ പാടില്ലെന്നുള്ളതാണ്. ആ തലമുടിയിലായിരുന്നില്ല അവൻ്റെ ശക്തി. ഒരു കണക്കിൽ പറഞ്ഞാൽ തലമുടി കത്രിക്കാൻ പാടില്ലെന്നുള്ളത് നാസീർ വ്രതക്കാരൻ്റെ വ്രതാനുഷ്ഠാനത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് കത്രിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അനുസരണക്കേടിനെ കാണിക്കുന്നു. പക്ഷേ ശിംശോൻ്റെ തലമേലുണ്ടായിരുന്ന ആ മുടിയെല്ലാം കത്രിക്കപ്പെട്ടു എന്ന് കാണുന്നു. അനുസരണക്കേടിനൊക്കെ കാണിക്കുകയാണ്. എന്താ അതിൻ്റെ കാരണം നമുക്കറിയാം. ദലീല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് പ്രേമം ജനിച്ചിട്ട് അവളുമായിട്ട് ആസക്തി പൂണ്ടിട്ട് ശാരീരിക ബന്ധം പുലർത്താനായിട്ട് അവിഹിത ബന്ധം പുലർത്തുന്ന ശിംശോൻ, ദൈവത്തിൻ്റെ അഭിഷിക്തനായിരിക്കുന്ന ശിംശോൻ, അതേസമയം ജനത്തിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ന്യായപാലനം നടത്തേണ്ട അഭിഷിക്തനായിരിക്കുന്ന ഈ ശിംശോൻ, അവന് ജഡീകാസക്തികൾ കൊണ്ട് പാപത്തിൻ്റെ വഴികളിലൂടെ കടന്നുപോയി ഒടുവിൽ ഈ ദലീല എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അടുക്കൽ പോയി അവളുടെ മടിയിൽ തലവെച്ച് ഉറങ്ങുന്ന ഒരു അനുഭവം കാണാനായിട്ട് കഴിയുന്നു. ആ ഉറക്കം ഒരുപാട് നാശത്തിലേക്ക്, അധപ്പതനത്തിലേക്ക്, പരാജയത്തിലേക്ക് സാംസന്റെ ജീവിതത്തെ, അല്ലെങ്കിൽ ശിംശോന്റെ ജീവിതത്തെ നടത്തിക്കൊണ്ടുപോയി എന്ന് കാണുന്നു. ശിംശോന് ശത്രുക്കളുണ്ടായിരുന്നു. ഫെലിസ്തീർ എപ്പോഴും ഇസ്രായേൽ ജനത്തിന് ശത്രുക്കൾ ആയിരുന്നു. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ന്യായപാലനത്തിനായിട്ടിരിക്കുന്ന ശിംശോൻ വളരെയധികം ദൈവത്തിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ടിരുന്നത് കൊണ്ടും പലതരത്തിലുള്ള ആ ദൈവത്തിൻ്റെ കൃപയോട് ശക്തിയോടും ന്യായപാലനം ചെയ്തിരുന്നത് കൊണ്ടും ഫെലിസ്തീർക്ക് പെട്ടെന്ന് ഇസ്രായേലിനെ ഉപദ്രവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് ഫെലിസ്തീർക്ക് ശിംശോനെ നശിപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതിനുവേണ്ടി അവർ പലതരത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് നടക്കുമ്പോഴാണ് ഈ ശിംശോന് ദലീലയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അവർ അറിയുന്നത്. അങ്ങനെ അവർ പണം കൊടുത്ത് ഈ ദലീലയെ സ്വാധീനിക്കുകയാണ്. എന്താണ് ശിംശോൻ്റെ മേലുള്ള ശക്തി എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു. ആ സമയത്ത് തൻ്റെ ശക്തി വളരെ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരുന്ന ശിംശോനിൽ നിന്ന് ദലീല പലവട്ടം അവനെ സൂത്രത്തിലൂടെ സ്നേഹം പ്രകടമാക്കി, പ്രേമം പ്രകടമാക്കിയൊക്കെ അവനിൽ ഇരിക്കുന്ന ശക്തിയുടെ ഉറവിടം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. പലവട്ടം ഈ ശിംശോൻ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ അതെല്ലാം അവർ ചെയ്തപ്പോഴൊന്നും അത് സത്യമായിരുന്നില്ലെന്ന് മനസ്സിലാക്കിയാണ് വീണ്ടും അതിൽ ശക്തി ഉണ്ടെന്ന് കാണുന്നു. അങ്ങനെ ഒരു ദിവസം വളരെയധികം നിർബന്ധിച്ച് ഭയങ്കര സ്നേഹപ്രകടനമെല്ലാം കാണിച്ച് ഈ ശിംശോൻ്റെ മനസ്സിനെ കവർന്നെടുക്കുന്നത് കാണാം ദലീല. സ്നേഹം, പ്രേമമൊക്കെ അധികമായി മൂത്തു വരുന്ന ഒരു പ്രത്യേക സമയത്തിൽ മനുഷ്യനെല്ലാം മറന്നു പോകുന്ന ഒരു സമയമുണ്ടെന്നാണ് പറയുന്നത്.